ചാമ്പ്യൻസ് ലീഗിന്റെ ഫസ്റ്റ് ലെഗ് ക്വാർട്ടർ ഫൈനൽ എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ബാർസലോണ ഗെയിമിലേക്ക് കിടക്കാം. ബാർസലോണ ഡോട്ട്മണ്ടിനെ പഞ്ഞി കിട്ടുന്നത് തന്നെ പറയണം, വേറെ അതിന് അനുയോജ്യമായ വേറൊരു വാക്കില്ല. നമുക്ക് റിസൾട്ട് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് നമുക്ക് നേരെ ഗോളുകളിലേക്ക് തന്നെ പോകാം. കാരണം ഗോളുകളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആ 4 ഗോളിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോള് ആ 4ാമത്തെ ഗോളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ടഫ് ടു ചൂസ് എ ഫേവറേറ്റ് ഫ്രം ദാറ്റ് ഗോൾ. കാരണം മിഡിലിൽ നിന്ന് ആ ബോൾ വിൻ ചെയ്ത ലെവൻഡോസ്കി ആണോ ഹീറോ, അതോ റഫീനിയ യമാലിൻ്റെ റണ്ണ് സ്പോട്ട് ചെയ്ത് പിൻ പോയിന്റ് ക്രോസ് കൊടുത്ത റഫീനിയാണോ അതിനകത്തെ ഹീറോ, അതോ യമാൽ ആ ബോൾ വേസ്റ്റ് ചെയ്യാതെ ആ ഒരു ലോച്ചിപ്പടിച്ച് ഗോളാക്കിയതാണോ, അതെല്ലാം കഴിഞ്ഞിട്ട് യമാലിൻ്റെ ഗോൾ സെലിബ്രേഷൻ ആണോ, ഇതിലേതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിയലി കൺഫ്യൂസിങ് തിങ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത്രയും ക്വാളിറ്റി അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ 4ാമത്തെ ഗോള് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ബാക്കി 3 ഗോളുകൾക്ക് ക്വാളിറ്റി ഇല്ലെന്നല്ല പറയുന്നത്, ആ 4ാമത്തെ ഗോളാണ് എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഈ ഗോളിനെ പറ്റി സംസാരിക്കുമ്പം നമ്മൾ യമാൽ എന്ന 17 വയസ്സുകാരനെ പറ്റി നമ്മൾ സംസാരിക്കണം. കാരണം പലരും പറയുന്നു ഹീസ് അണ്ടർ റേറ്റഡ് എന്ന്. യെസ്, എൻ്റെ ഒപ്പീനിയൻ അണ്ടർ റേറ്റഡ് എന്ന് തന്നെയാണ്. ഇതിപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്ലെയർ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഹൈപ്പ് ഇച്ചിരി കൂടിയേനെ. ആസ് ആൻ ആർസണൽ ഫാൻ എനിക്കറിയാം ഞാൻ എന്തോരം മൈൽസ് ലൂയിസ് കെല്ലിനെയും ഈത്തൻ വെന്യേറിയും ഒക്കെ ഹൈപ്പപ്പ് ചെയ്ത് എൻ്റെ പല വീഡിയോകളിൽ ഞാൻ പറയാറുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ അതത്ര മോശം കാര്യമല്ല അണ്ടർ റേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. കാരണം എത്ര അണ്ടർ റേറ്റഡ് ആയിട്ടിരിക്കുമോ അത്രയും പ്രഷർ കുറഞ്ഞിരിക്കും ആ പ്ലെയറിന്. കാരണം 17 വയസ്സേ ഉള്ളൂ. സോ ഒരുപാട് അറ്റൻഷൻ കിട്ടുന്നതും അത്ര നല്ലതല്ലെന്നേ ഞാൻ പറയും. നമുക്ക് യമാലിൻ്റെ സ്റ്റാറ്റിലേക്ക് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച കളികളുടെ എണ്ണം 10, അതിൽ നിന്ന് 4 ഗോള് 3 അസിസ്റ്റ്. ലലീഗയിൽ കളിച്ച കളികളുടെ എണ്ണം 27, അതിൽ നിന്ന് 6 ഗോള് 11 അസിസ്റ്റ്. ഈ ലലീഗയുടെ കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റാറ്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും അത്ര എന്താ പറയുക, അത്ര ഭയങ്കര ഹൈപ്പപ്പ് ചെയ്യേണ്ട പെർഫോമൻസ് ഒന്നും അല്ലല്ലോ എന്നാണ്. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഹിസ് ഏജ് 17 വയസ്സേ ഉള്ളൂ ആൻഡ് ഹീ ഈസ് കൺസിസ്റ്റൻ്റ്ലി പുട്ടിങ് ഔട്ട് ദിസ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഇത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, യമാലിൻ്റെ ഗെയിം നമ്മൾ കാണുമ്പോൾ യമാലിനെ നമ്മൾ ഈ സ്റ്റാറ്റ് വെച്ചല്ല നമ്മൾ അളക്കേണ്ടത്. കാരണം എന്താ കാര്യമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ആ സെക്കൻഡ് ഗോൾ ഒന്ന് എടുത്തു നോക്കിയേ. ആരാ അസിസ്റ്റ് ചെയ്യുന്നത്? റഫീനിയ. ആരാ സ്കോർ ചെയ്യുന്നത്? ലെവൻഡോസ്കി. ഇതാണ് സ്റ്റാറ്റ്. പക്ഷെ റഫീനിയക്ക് ആ ബോൾ സ്പോട്ട് ചെയ്ത് കൊടുത്തതാരാ? യമാൽ. ഇനി നമുക്ക് തേർഡ് ഗോളിലേക്ക് വരാം. ആരാ അസിസ്റ്റ്? ഫെർമിൻ. ആരാ ഗോള്? ലെവൻഡോസ്കി. പക്ഷേ ഫെർമിൻ ആരാ ബോൾ കൊടുത്തത്? യമാൽ. അപ്പം യമാലിനെ നമുക്ക് ഈ സ്റ്റാറ്റ് വെച്ച് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യമാലിനെ അളക്കേണ്ട ആ ഒരു രീതിയിലല്ല. ആ കോൺട്രിബ്യൂഷൻ ടു ദ ഗെയിം അത് വളരെ ഹൈ ആണ് യമാലിൻ്റെ കാര്യത്തിൽ. ഞാൻ ഒരിക്കലും ഫെർമിനെ കുറച്ച് കാണുകയല്ല. ഫെർമിൻ വളരെ അൺലക്കിയാണ് ഇന്നലത്തെ ഗെയിമിൽ. ഐ ഫീൽ സാഡ് ഫോർ ഹിം. ഒരു ഗോൾ ഡിസേർവിങ് ആയിരുന്നു ഫെർമിന്. ബട്ട് ഫെർമിനിൽ എനിക്ക് കാണാൻ സാധിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേർഡ് ഗോള് ഫെർമിൻ അസിസ്റ്റ് ചെയ്തത്, ലെവൻഡോസ്കിക്ക് അസിസ്റ്റ് ചെയ്തത്, ലെവൻഡോസ്കിയെക്കാട്ടിലും ഭയങ്കരമായിട്ട് ആഘോഷിച്ചത് ഫെർമിനാണ്. ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഹീ ഡസൻ കെയർ. ഞാൻ ഗോൾ അടിച്ചാലും ഗോൾ അടിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഐ വോണ്ട് ടു കോൺട്രിബ്യൂട്ട് ടു ദ ടീം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. വാട്ട് എ ഗ്രേറ്റ് പ്ലെയർ. ഇത് പറയുമ്പോൾ പോലും ഐ റിയലി വാണ്ട് ഫെർമിൻ ടു സ്കോർ ഇൻ ദ സെക്കൻഡ് ലെഗ്. കാരണം ബിക്കോസ് ഹി ഡിസേർവ്സ് 1 goal in this tie. Minimum 1 goal in this tie. നെക്സ്റ്റ് ലെഗ് ഫെർമിന് ഗോൾ അടിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ബാർസലോണ ഡോട്ട്മണ്ടിനെ ഡിസ്മാൻഡിൽ ചെയ്തത്. ഇതിങ്ങനെ പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ അല്ലേ? കാരണം ഡോട്ട്മണ്ട് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിസ്റ്റ് അല്ലേ? റിയൽ മാഡ്രിഡ് ആണ് അവരെ 2-0 തോൽപ്പിച്ചിട്ട് ചാമ്പ്യൻസ് ലീഗ് എടുക്കുന്നത്. അപ്പോൾ ഹൗ ഡിഡ് ദേ കം ടു ദിസ് ലെവൽ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ ബുണ്ടസ് ലീഗ് ഒന്നും അധികം ഫോളോ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഡോട്ട്മണ്ടിൻ്റെ ഈ ഒരു ലോ പെർഫോമൻസ്
ഈ സീസണിൽ തുടങ്ങിയതല്ല. കഴിഞ്ഞ സീസണിന്റെ തുടക്കം തൊട്ട് ഉള്ള ഒരു പ്രശ്നമാണിത്. ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്ന ഇവരുടെ കോച്ചായിരുന്ന എഡിൻ ടെർസിക്. പുള്ളിയുടെ ആ ഒരു സെറ്റപ്പ് ഭയങ്കര ഡിഫെൻസീവ് ആയിരുന്നു. ആദ്യം തൊട്ടേ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പുള്ളിയുടെ ആ ഒരു ഡിഫെൻസീവ് സെറ്റപ്പിനെ പറ്റി. ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ തൊട്ടുമുമ്പ്, അതായത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിന്റെ തൊട്ടുമുമ്പ് മാറ്റ് ഹ്യൂമൽസും എഡിൻ ടെർസിക്കും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായിരുന്നു. അത് പബ്ലിക്കലി അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടക്കുകയെന്ന് പറഞ്ഞാൽ അതത്ര ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ ടീം, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ മൊറാൽ. എനിവേ അത് അവർ ഒത്തുതീർപ്പാക്കിയാണ് ഫൈനലിലേക്ക് മാച്ചിലേക്ക് വരുന്നത്. എന്നാൽ പോലും അങ്ങനെ ഒരു അൺബാലൻസ്ഡ് ടീമായിരുന്നു ഡോട്ട്മണ്ട് കഴിഞ്ഞ സീസൺ തൊട്ട്. അവർ ഫൈനലിലെത്തി എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ കുറെ ഇന്റേണൽ ക്ലാഷസ് ഉള്ള ഒരു ടീമായിരുന്നു കഴിഞ്ഞ വർഷം തൊട്ട്. അങ്ങനെ ഫൈനലിൽ അവർ റിയൽ മാഡ്രിഡുമായിട്ട് തോറ്റു കഴിഞ്ഞ് എഡിൻ ടെർസിക് ജൂണിൽ തന്നെ റിസൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നൂറി സാഹിൻ ചുമതലയേക്കുന്നു. നിങ്ങൾക്ക് ഈ പേര് പരിചിതമാണെങ്കിൽ യെസ്, യു ആർ റൈറ്റ്. നൂറി സാഹിൻ ഡോട്ട്മണ്ടിന് വേണ്ടി മിഡ്ഫീൽഡറായിട്ട് കളിച്ചിട്ടുണ്ട് ഒരുപാട് വർഷം. അങ്ങനെ നൂറി സാഹിൻ കുറച്ചു കാലം ഡോട്ട്മണ്ടിനെ മാനേജ് ചെയ്യുന്നു. നൂറി സാഹിനും വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. നൂറി സാഹിനെ സാക്ക് ചെയ്യുന്നു. നൂറി സാഹിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കറണ്ട് കോച്ച് നീക്കോ കോവാച്ച്. നീക്കോ കോവാച്ച് ചുമതലയേക്കുന്നത് ജാനുവരി 2025 അധികം സമയമൊന്നും ആയിട്ടില്ല. ഒന്ന് ഫ്രഷപ്പായി ഒന്ന് ഈ ടീമിനെ ഒന്ന് റീബിൽഡ് ചെയ്യാൻ അധികം സമയമൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡോട്ട്മണ്ടിന്റെ ഇപ്പോഴത്തെ ബുണ്ടസ് ലീഗ പൊസിഷൻ ഒട്ടും ഫേവറബിൾ അല്ല. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് 90% ഔട്ടായിരിക്കുകയാണ്. ഒരിക്കലും ഡോട്ട്മണ്ട് ഈ 4-0 എന്നുള്ളത് ഓവർടേൺ ചെയ്യാൻ പോകുന്നില്ല. വിത്ത് ദ കറന്റ് ഫോം ദേ ഹാവ്, വിത്ത് ദ കറന്റ് സെറ്റപ്പ് ദേ ഹാവ്, വിത്ത് ദ കറന്റ് ഇന്റേണൽ ക്ലാഷ് ദേ ഹാവ്. സോ ഇതാണ് ഡോട്ട്മണ്ടിന് സംഭവിച്ചത്. ദിസ് ഇസ് വൈ കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റ് ആയിരുന്ന ഡോട്ട്മണ്ട് ഈ വർഷം അണ്ടർ പെർഫോമിങ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ചേഞ്ച് ഓഫ് മാനേജ്മെന്റ്. എഡിൻ ടെർസിക്കിൽ നിന്ന് നൂറി സാഹിൽ നിന്ന് ഇപ്പൊ നീക്കോ കോവിച്ച്, അങ്ങനെ കുറെ ചേഞ്ചസ്, കുറെ മാനേജ്മെന്റ്. ഇങ്ങനെ വരുമ്പോൾ ടീമിന് ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് വെളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമുക്കിനി അടുത്ത ഗെയിമിലേക്ക് കടക്കാം. PSG vs ആസ്റ്റൺ വില്ല. ഈ ഗെയിമിലേക്ക് വരുമ്പോൾ PSG ആസ്റ്റൺ വില്ലേനെ 3-1 തോൽപ്പിച്ചു. ആൻഡ് ദേ ഡിസർവ് ദ വിൻ PSG. പക്ഷേ PSG-യുടെ കാര്യം നമ്മൾ പറയുമ്പോൾ PSG-ക്ക് ബാക്കി ടീംസിനെക്കാട്ടിലും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു ചാമ്പ്യൻസ് ലീഗ്. ഇവരുടെ ലീഗ് പെർഫോമൻസ് ഒന്ന് നോക്കിയേ. ഇതാണ് ഇവരുടെ ലീഗ് പെർഫോമൻസ്. ഇവർ ഇതുവരെ ഒരു കളി പോലും തോറ്റിട്ടില്ല. 28 കളി കളിച്ചതിൽ നിന്ന് 23 കളിയാണ് ജയിച്ചിരിക്കുന്നത്. 5 കളി ഡ്രോ, 0 ലോസ്. ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും, അതായത് മാർസൈലും തമ്മിലുള്ള പോയിന്റ് ഡിഫറൻസ് എത്ര? 22 പോയിന്റ്സ്. എനിക്ക് ഈ ഫാം ലീഗ് എന്നും അല്ലെ കണ്ടം ലീഗ് എന്നും ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ സ്റ്റാറ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു പോകത്തില്ലേ, ലുക്ക് അറ്റ് ദ സ്റ്റാൻഡേർഡ്. ഇത് PSG-ക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. വൈ? കാരണം ഇവർക്ക് വീക്ക് ഇൻ വീക്ക് ഔട്ട് ആസ്റ്റൺ വില്ല കളിക്കുന്നതിൻ്റെ കൂട്ടോ, ആർസനൽ കളിക്കുന്നതിൻ്റെ കൂട്ടോ, അല്ലെ ലിവർപൂൾ കളിക്കേണ്ടതിൻ്റെ കൂട്ടോ ഹൈ ഇന്റൻസിറ്റി ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല ടു ഗെറ്റ് എ റിസൾട്ട് ഔട്ട് ഓഫ് ദെയർ ലീഗ്. നിങ്ങൾ ലിവർപൂളിന്റെ ലാസ്റ്റ് വീക്ക് റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കിയാൽ ഫുൾഹാമുമായിട്ട് തോറ്റു. അപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏത് ടീമുമായിട്ട് വേണേലും തോക്കാം. ഓക്കെ, നിങ്ങളിപ്പം ഫ്രഞ്ച് ലീഗിന്റെ ടേബിൾ കണ്ടല്ലോ, EPL ടേബിൾ നോക്കി. ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും തമ്മിൽ എത്ര പോയിന്റ് വ്യത്യാസമോ? അവിടെ 22 പോയിന്റ് ആണെങ്കിൽ ഇവിടെ വെറും 11 പോയിന്റിന്റെ ഡിഫറൻസേ ഉള്ളൂ. ലിവർപൂൾ വെയർ ഹാവിംഗ് ദ ബെസ്റ്റ് സീസൺ ആൻഡ് ആർസനൽ നോട്ട് സോ ഗ്രേറ്റ്. എന്നാൽ പോലും ലിവർപൂൾ എത്ര പോയിന്റും ലിവർപൂൾ ആർസനൽ തമ്മിലുള്ള പോയിന്റ് ഡിഫറൻസ് എത്ര? 11 പോയിന്റ്. അതേസമയം ഫ്രഞ്ച് ലീഗിലേക്ക് വരുമ്പോഴോ 22 പോയിന്റ്. സോ വൈ ഡസ് ദിസ് മാറ്റർ വെൻ ഇറ്റ് കംസ് ടു ചാമ്പ്യൻസ് ലീഗ്? കാരണം ഇത്രയും ഹൈ ഇന്റൻസിറ്റി ഗെയിം കളിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ആ ഗെയിം കണ്ടാൽ തന്നെ അറിയാം. ഞാനിത് നോട്ടീസ് ചെയ്തായിരുന്നു. ലിവർപൂളുമായിട്ടുള്ള ഗെയിമിൽ ഞാനിത് ആക്ച്വലി നോട്ടീസ് ചെയ്തായിരുന്നു. their players are more fresh. They put 110%
throughout the 90 minutes because they can. They are fresh. They are not leggy. അത്ര ടയേർഡല്ല. പക്ഷെ ആസ്റ്റൺ വില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, അവരുടെ മൂന്നാമത്തെ ഗോൾ എത്രാമത്തെ മിനിറ്റിലാണ് വരുന്നത്? 93rd മിനിറ്റിലാണ് വരുന്നത്. ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ഭയങ്കര ടയേർഡാണ് ആസ്റ്റൺ വില്ല. ഞാൻ ഇതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്തായിരുന്നു, ആസ്റ്റൺ വില്ലയുടെ വരാൻ പോകുന്ന ടൈറ്റ് ഫിക്സ്ചർ എന്ന് പറഞ്ഞ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം. സോ the kind of game English team are going through and the kind of game French team are going through are completely different. ഇത് ഈ കോമ്പറ്റീഷനെ ആസ്റ്റൺ വില്ലയ്ക്ക് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. ആ കളി കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുമായിരുന്നു, അതായത് ആസ്റ്റൺ വില്ല ഫസ്റ്റ് ഗോൾ അടിച്ചെങ്കിൽ പോലും നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ദാറ്റ് ആസ്റ്റൺ വില്ല വിൽ സീ ത്രൂ എന്ന്. കാരണം PSG ആ മിനിറ്റ് വരേക്കും, ആ ഗോൾ കയറുന്നവരേക്കും PSG ടോപ്പ് ഫോമിലാണ് കളിച്ചോണ്ടിരുന്നത്. ആ ഗോൾ കയറുന്നവരേക്ക് 2 ഗോൾ അടിക്കണമായിരുന്നു PSG ആക്ച്വലി. അപ്പോൾ PSG ഗോളിലേക്ക് വരാം. PSG 3 ഗോൾ വേൾഡ് ക്ലാസ് ഗോൾ. ഡിസറയുടെ ആദ്യത്തെ ഗോള് വേൾഡ് ക്ലാസ്, മാർട്ടിനേസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ഗോൾ ആ ജോർജിയൻ പ്ലെയറിൻ്റെ ഗോള്, ഇറ്റ്സ് വെരി ടഫ് ടു പ്രൊനൗൺസ് ഹിസ് നെയിം. പുള്ളിയുടെ പേര് എന്താണ്? Kvaratskhelia. Maybe I'm saying this wrong. Kvaratskhelia. I know I'm not saying it right. പുള്ളിയുടെ ആ സെക്കൻഡ് ഗോളും അതിമനോഹരമായ ഗോളായിരുന്നു. പുള്ളിയുടെ ഗെയിമിനെ പറ്റി നമ്മൾ സംസാരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി റിമൈൻഡ്സ് മീ ഓഫ് ജാക്ക് ഗ്രീലിഷ്. മാൻ സിറ്റി ജാക്ക് ഗ്രീലിഷ് അല്ല, ആസ്റ്റൺ വില്ലയുടെ ജാക്ക് ഗ്രീലിഷ്. കാരണം പുള്ളിയുടെ ഗെയിം ഇങ്ങനെയാ, ലൈക്ക് ഹി ഈസ് ദ മോസ്റ്റ് കോൺഫിഡൻറ്റ് പ്ലെയർ ഓൺ ദ പിച്ച്. ബോളിംഗ് ഇതാ ഞാൻ ഇവിടെ നിൽക്കിയല്ലേ, ഇങ്ങിതാ. ഹി ടേക്സ് ദ ബോൾ ഫ്രം എവ്രി വൺ ആൻഡ് ഹി ഡ്രൈവ്സ് ദ ഗെയിം. ഒരു പേടിയില്ലാതാണ് ഓരോ പ്ലെയറിനെയും ഡ്രിബിൾ പാസ് ചെയ്ത് പോകുന്നത്. ഭയങ്കര, ഹി ഈസ് എ പ്ലെയർ എക്സൂഡിങ് വിത്ത് കോൺഫിഡൻസ്. ആ ഒരു ഡാൻസിങ് മൂവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര കോൺഫിഡൻറ്റ് പ്ലെയർ ആണ് പുള്ളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പ്ലെയേഴ്സ് ഫ്രീ ആയിട്ട് കളിക്കുന്നത് കാണാൻ. ആൻഡ് ജാക്ക് ഗ്രീലിഷ് നൗ ദിസ് ഈസ് വൺ ഓഫ് ദ റീസൺ വൈ ഐ ലൈക്ക് മാർട്ടിനെലി പണ്ട് ഭയങ്കര ഇതുപോലെ തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, പതുക്കെ തിരിച്ചു വരുന്നുണ്ട് ആ ഒരു ഫോമിലേക്ക്. ജാക്ക് ഗ്രീലിഷ് ഇപ്പം അങ്ങനത്തെ കളിയേ കളിക്കുന്നില്ല. ഡോക്കു ഏതാണ്ട് ആ ഒരു കളിയായിരുന്നു കുറച്ച് കാലം കളിച്ചത്. സാക്ക പണ്ടും ഇപ്പോഴും അതേപോലെയൊക്കെ തന്നെയാണ് കളിക്കുന്നത്. സോ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഈ പറഞ്ഞ ജോർജിയൻ പ്ലെയർ. ഞാൻ ആ പേര് വീണ്ടും പറയുന്നില്ല. സോ ഇതൊക്കെ അറിയാം ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത്. മൂന്നാമത്തെ ഗോള് ഞാൻ ഒരിക്കലും ലൈക്ക് ആസ്റ്റൺ വില്ലേനെ കുറ്റം പറയത്തില്ല. കാരണം ദേ വർ ഓൾ ടയേർഡ്. നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ആ ലെഗ് മൂവ്മെന്റ് ഓഫ് PSG പ്ലെയർ ആൻഡ് Aston Villa player are completely different. So, if you ask me, PSG 3-1 ഡിസേർവ്ഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, 3-1 ഡിസേർവ്ഡ് തന്നെയാണ്. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ടൈ ഈസ് നോട്ട് ഓവർ. PSG സ്ട്രോങ് ടീമാണ്, കാര്യം ശരിയാണ്. പക്ഷേ ആസ്റ്റൺ വില്ലയിലേക്ക് വരുമ്പോൾ ഐ ആം ഷുവർ ഊനായ് എമറി വിൽ ഹാവ് എ പ്രോപ്പർ ടീം പ്ലാൻ. 100%. He will not say like കഴിഞ്ഞു ടൈ ഈസ് ഓവർ, ഒരിക്കലുമില്ല. He will give a very tough time to PSG. So we can expect a very good second leg for sure. 100%. അതൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിം ആയിരിക്കും കാണാൻ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഇതുപോലത്തെ കൂടുതൽ കോണ്ടന്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.